മാഷെ, ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നമ്മുടെ രാജ്യത്ത് വളരെ സുരക്ഷിതമായിട്ട് തുടരുകയാണ്. അപ്പോൾ അവർക്കെതിരെയുള്ള വിധിയൊക്കെ വരികയും ചെയ്തിട്ടുണ്ട്. അവർ ശക്തമായിട്ട് പറയുന്നുണ്ട്, ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യ വിട്ടുകൊടുക്കണം ഷെയ്ഖ് ഹസീനയെ. പലതരത്തിലുള്ള മുന്നറിയിപ്പുകളുമായിട്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ പറയുന്നത്. ഇന്ത്യ ആണെങ്കിൽ ഈ കാര്യത്തിൽ മൗനം പാലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര നാളിങ്ങനെ തുടരാൻ സാധിക്കും? എന്താണ് ഇന്ത്യയുടെ മറുപടി ഉണ്ടാവുക? അതെ, ഇന്ത്യ മൗനം പാലിക്കുന്നില്ല എന്നുള്ളത് ഇന്നത്തെ ഒരു വാർത്ത. ഇതുവരെ ഉണ്ടായിരുന്ന മൗനം ഇന്ത്യ ഭേദിക്കേണ്ടി വന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ നിന്ന് ഔദ്യോഗികമായ കത്ത് കിട്ടി. അങ്ങനെയാണ് ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു കുറ്റവാളിക്ക് ഒരു രാജ്യത്തെ കുറ്റവാളിക്കെതിരായി ആ രാജ്യത്തെ പരമോന്നത നീതിപീഠം, ബംഗ്ലാദേശിൽ ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയല്ല, സുപ്രീം കോടതിക്ക് മീതെ അവരൊരു കോടതി സ്ഥാപിച്ചു. എല്ലാ രാജ്യത്തും ഉണ്ട്. അത് വേണമെങ്കിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതികളുടെ ബെഞ്ചുകൾ എല്ലാ രാജ്യത്തും ഉണ്ട്. പലപ്പോഴും ആവശ്യം വരില്ല. ബംഗ്ലാദേശിൽ അത് പുനർജീവിപ്പിച്ച് അവർ സജീവമായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം അവരുടെ നാട്ടിൽ കലാപം നടന്നത് കഴിഞ്ഞ കൊല്ലം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ 2024 ജൂലൈ ഓഗസ്റ്റിൽ അവിടെ നടന്ന കലാപം, അതിൽ അന്താരാഷ്ട്ര താല്പര്യങ്ങളുണ്ട്. കാരണം അതിനകത്ത് പല ഇഷ്യൂസ് ഉണ്ട്. പല പ്രതികളും പല രാജ്യത്തേക്കും ഓടിപ്പോയിട്ടുണ്ട്. അവരുടെ തന്നെ ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇവിടെയാണ്, അവരുടെ വിദേശകാര്യമന്ത്രി UK-യിലാണ്. അങ്ങനെ മാത്രമല്ല പല രാജ്യങ്ങളുടെയും എലമെൻറ്റുകൾ ബന്ധപ്പെട്ടതുകൊണ്ട് ഒരു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ മുമ്പിലാണ് ഈ കഴിഞ്ഞ കൊല്ലം അവിടെ നടന്ന ബംഗ്ലാദേശിൽ നടന്ന കലാപത്തിൻ്റെ വിചാരണ. ആ കലാപത്തിൽ 4000 പേര് ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. കൊല്ലപ്പെട്ടതിന് ആരാണ് ഉത്തരവാദി, അതൊക്കെ വിചാരണ ചെയ്യുന്ന ഒരു ക്രിമിനൽ കോടതിയുണ്ട്. അപ്പോൾ അവരുടെ കണക്കിൽ അത് അന്താരാഷ്ട്ര കോടതിയാണ്. അവിടുത്തെ സുപ്രീം കോടതിയേക്കാളും മേൽക്കോടതിയാണ്. ആ ഒരു കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തെ പൗരന്മാരെ ആ കോടതികളുടെ വിധി പ്രകാരം വിധി നടപ്പാക്കാൻ രാജ്യത്തിന് വിട്ടുകൊടുക്കണം എന്ന ഒരു ധാരണയുണ്ട്. വിട്ടുകൊടുക്കാൻ അപേക്ഷ കൊടുക്കണം. ഇപ്പോൾ ആ കൂട്ടത്തിലൊരു പ്രതി UK-യിലാണെങ്കിൽ UK-ക്ക് അപേക്ഷ കൊടുക്കണം, ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യക്ക് അപേക്ഷ കൊടുക്കണം. അങ്ങനെ ഒരു അപേക്ഷ വന്നത് ഇപ്പോഴാണ്. കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി അങ്ങനെ ഒരു കത്ത് കിട്ടിയെന്നും ആ കമ്മ്യൂണിക്കേഷന് ഇന്ത്യ കൊടുക്കുന്ന മറുപടി എന്താണെന്നും രൺധീർ ജയ്സ്വാൾ, നമ്മുടെ വിദേശകാര്യ വകുപ്പിൻ്റെ വക്താവ്, അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ആ കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. കാര്യം ഉറപ്പാണല്ലോ, കഴിഞ്ഞ ഓഗസ്റ്റ് 5 മുതൽ അല്ലേ, 2004 ഓഗസ്റ്റ് 5 മുതൽ എന്ന് പറഞ്ഞാൽ ഒരു 1.25 കൊല്ലമായി ഇവിടെ ഉണ്ട് ഷെയ്ഖ് ഹസീന. നമ്മൾ അഭയം കൊടുത്തതാണ്. അപ്പോൾ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കുന്നതിന് ഞങ്ങളെതിരല്ല. പക്ഷേ ഞങ്ങൾ വിട്ടുകൊടുക്കുന്നത് അവരുടെ ജീവൻ അപായത്തിലാക്കാനാവരുത്. നിങ്ങൾക്ക് അവരെ ആവശ്യപ്പെടാൻ ഇന്ത്യയോട് ആവശ്യപ്പെടാൻ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. 4-5 വാക്ക് പറയുന്നുണ്ട് ആ കത്തിൽ. രൺധീർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയുമോ, നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ വിചാരണ നടത്തി ശിക്ഷിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, ഇപ്പോഴും നിങ്ങൾക്ക് സമാധാനം ഉറപ്പുവരുത്താൻ, പീസ് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? 2, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട് ദീർഘകാലം നാടുഭരിച്ച ഒരു പ്രധാനമന്ത്രിയാണ് അവർ. നിങ്ങൾക്ക് ഡെമോക്രസി ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ടോ? അവർ ഏത് സിസ്റ്റത്തിൽ നിന്നാണോ വന്നത് ആ സിസ്റ്റത്തിന് വേണമല്ലോ അവർ വിട്ടുകൊടുക്കാൻ. ഡെമോക്രസി നടപ്പാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? വേറൊന്ന്, നിങ്ങളിനി തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് നിങ്ങളുടെ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് ഇൻക്ലൂസീവ് ആയിരിക്കുമോ? ഇൻക്ലൂസീവ് എന്താ? രാജ്യത്തെ എല്ലാ വോട്ടവകാശമുള്ള പൗരന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അത് അവരുടെ വായടപ്പിക്കുന്ന ചോദ്യമാണ്. കാരണം മുഹമ്മദ് യൂനുസിൻ്റെ ഭരണകൂടം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇലക്ഷൻ നടത്തും, പക്ഷേ അവാമി ലീഗിന് വോട്ടുണ്ടാവില്ല. അവാമി ലീഗാണ് അവിടുത്തെ ആ രാജ്യം നിർമ്മിച്ച അവിടുത്തെ ദേശീയ പ്രസ്ഥാനം. അവാമി ലീഗാണ്. രാഷ്ട്രപിതാവിൻ്റെ പാർട്ടി അതാണ്. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അതാണ്. അവിടുത്തെ ഏറ്റവും വലിയ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഈ പറഞ്ഞ ഭരണകൂടം അട്ടിമറിക്കപ്പെടുന്നത് വരെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെൻറ്റാണ്. അവരെ പുറത്താക്കിക്കോളൂ, പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് പങ്കെടുക്കാൻ അവസരം കൊടുക്കണ്ടേ? അതിന് പകരം നിരോധിക്കപ്പെട്ട പാർട്ടികളെ മുഴുവൻ തുറന്നുവിട്ട് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള പാർട്ടികളെ മുഴുവൻ മത്സരിപ്പിച്ചിട്ട് അവരുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങുകയും എന്നാൽ ജനാധിപത്യവാദികളായ മതേതരവാദികളായ അവാമി ലീഗിന് അനുമതി നിഷേധിക്കുകയും ചെയ്യുന്നത് ഇൻക്ലൂസീവാണോ? അതാണ് അടുത്ത ചോദ്യം. വേറൊന്ന്, ഞങ്ങൾ തരാം, ശരി, നിങ്ങൾ പറയുന്ന ഒരു ഭരണകൂടം അസ്ഥിരമായപ്പോഴാണല്ലോ ഒരു പ്രധാനമന്ത്രിയുടെ വസതി പോലും അഗ്നിക്കിരയാക്കി ആക്രമിക്കപ്പെട്ട് തെരുവിലിറങ്ങി പുറത്തിറങ്ങിയാൽ ഓരോ മനുഷ്യനും കൊല്ലപ്പെടുന്ന അരക്ഷിതാവസ്ഥ ഉള്ളപ്പോഴാണല്ലോ, മാത്രമല്ല പിന്നീട് ആണല്ലോ ഷെയ്ഖ് ഹസീന ഓടി വന്നത്, അപ്പോഴാണല്ലോ ഞങ്ങൾ അഭയം കൊടുത്തത്. അതിന് പകരം അവർ പോന്നിട്ട് 1.25 കൊല്ലം കഴിഞ്ഞല്ലോ.
ഇപ്പോഴും അവിടെ സ്റ്റേബിളായൊരു ഗവൺമെൻറ് ഉണ്ടോ? സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റുമോ? ഈ 4 വാക്കുകൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ഞങ്ങൾ ആലോചിക്കാം, ഞങ്ങൾ ഗവൺമെൻറ് ആലോചിക്കും എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ. അതാണ് പ്രശ്നം. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ കൊടുക്കാൻ തയ്യാറല്ല, നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് നേർക്കുനേരെ പറയുന്നതിന് പകരം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത് പീസ് ഉറപ്പുവരുത്താൻ പറ്റുമോ? ഡെമോക്രസി ഉറപ്പുവരുത്താൻ പറ്റുമോ? ഇൻക്ലൂസീവായി ഒരു ഇലക്ഷൻ നടക്കുമെന്ന് ഉറപ്പുവരുത്താൻ പറ്റുമോ? രാജ്യത്ത് സ്റ്റേബിളായൊരു ഗവൺമെൻറ് ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? അത് ഉറപ്പ് പറഞ്ഞിട്ട് മതി. ഒന്ന്, ഇത് എന്തിനായിരിക്കും പറയുന്നത്? നേർക്കുനേരെ പറഞ്ഞാൽ ഞങ്ങൾ ഷെയ്ഖ് ഹസീനയെ വിട്ടുതരുന്ന പ്രശ്നമില്ല. എന്തുകൊണ്ടായിരിക്കും അത്? അത് ഷെയ്ഖ് ഹസീനയുടെ തന്നെ ഓപ്ഷനാണ്. ഷെയ്ഖ് ഹസീനക്ക് യഥാർത്ഥ അന്താരാഷ്ട്ര കോടതിയുണ്ട്. ആ കോടതിയിൽ ഷെയ്ഖ് ഹസീന അപ്പീൽ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ കഴിഞ്ഞ ആഴ്ച വാർത്ത ഉണ്ടായിരുന്നു. ആ കോടതിയാണ് യഥാർത്ഥ ഇൻ്റർനാഷണൽ കോർട്ട്. ബാക്കിയൊക്കെ ഓരോ ഇൻ്റർനാഷണൽ കോർട്ട് നമ്മുടെ സൗകര്യത്തിന് ഓരോ രാജ്യത്തും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പ്രാഗിലാണ് അതിൻ്റെ ആസ്ഥാനം. ആ കോർട്ടിൽ പോകും. ആ കോർട്ടിൽ പോകുമ്പോൾ ഇവരുടെ വിധി തള്ളിപ്പോകും. മേൽക്കോടതിയാണല്ലോ. ഈ ബംഗ്ലാദേശിലെ ഇൻ്റർനാഷണൽ കോർട്ടിൻ്റെ മേൽക്കോടതിയാണ് ആഗോള ഇൻ്റർനാഷണൽ കോർട്ട്. അത് തള്ളും. എന്താ കാരണം? എന്താ? ഇൻ്റർനാഷണൽ കോടതികൾക്ക് മാത്രമല്ല, ലോകത്തിലെ ഏത് നീതിന്യായ കോടതിയുടെയും ഒന്നാമത്തെ കണ്ടീഷൻ വിധി പറയുന്നതിന് മുമ്പ് പ്രതിയെ കേൾക്കണം. അതില്ലെങ്കിൽ നിലനിൽക്കൂല. ഷെയ്ഖ് ഹസീനയുടെ അസാന്നിധ്യത്തിൽ അങ്ങനെയാണല്ലോ. പ്രസൻസ് ഇല്ലാതെ, ഷെയ്ഖ് ഹസീനയുടെ പ്രസൻസ് ഇല്ലാതെ ഷെയ്ഖ് ഹസീനയെ വിചാരണ ചെയ്തത് എങ്ങനെയാണ്? ഷെയ്ഖ് ഹസീനയുടെ സാന്നിധ്യമില്ലാതെ എങ്ങനെയാണ് വിധി പ്രഖ്യാപിക്കുക? അവരോടൊരു വാക്ക് ചോദിക്കാതെ, പ്രതിക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് അവസാനമായിട്ടെങ്കിലും ചോദിക്കാതെ എങ്ങനെയാണ് അവരുടെ പേര് ശിക്ഷ വിധിക്കുക? അതുകൊണ്ട് അത് അന്യായമാണ്, അത് മനുഷ്യവിരുദ്ധമാണ്, അത് നീതിരഹിതമാണ് എന്നാണ് ഷെയ്ഖ് ഹസീനയുടെ നിലപാട്. അത് പ്രൂവ് ചെയ്യാൻ അവർക്ക് പ്രാഗിലെ കോർട്ടിലേക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ കോടതി വിധി വരുന്നത് വരെ ഇന്ത്യക്ക് നിർത്താനും പറ്റും. മനസ്സിലായില്ലേ? ന്യായമായി തന്നെ നിർത്താൻ പറ്റും. അപ്പോൾ അത് നിർത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ നയപരമായ നിലപാടെടുക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ ഒരു വിഷയം വരുമ്പോഴേക്കും നമ്മൾ അങ്ങനെ നിലനിർത്തുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായും അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റെ സുരക്ഷ മുഴുവനും ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത് ഇന്ത്യ ആയിരിക്കുമല്ലോ. അപ്പോൾ അതും ഇന്ത്യയെ സംബന്ധിച്ച് റിസ്ക് ആണ്. മറ്റൊന്ന്, നമ്മൾ അവരെ സംരക്ഷിക്കുന്നിടത്തോളം കാലം നമുക്കെതിരായിട്ട് ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന വിഷയങ്ങളും രൂക്ഷമായി കൊണ്ടേയിരിക്കും. അപ്പോൾ ബംഗ്ലാദേശിനെ സ്വാധീനിക്കാനായിട്ട് പാകിസ്ഥാനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, അമേരിക്കയ്ക്കും ബംഗ്ലാദേശിൽ നോട്ടമുണ്ട്. അതായത് ഇന്ത്യ വലയം ചെയ്യപ്പെടുകയാണ് ശത്രുക്കളാൽ. ഒരു കാരണം കൂടി കിട്ടിക്കൊണ്ട് ഇന്ത്യ വലയം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥിതിയും പരുങ്ങലിലാവില്ലേ മാഷെ? അപ്പോൾ അതിനെങ്ങനെ നമ്മൾ മറികടക്കും? തീർച്ചയായിട്ടും നമുക്ക് നേരിട്ടേ പറ്റുള്ളൂ. ഇന്ത്യക്ക് വേണമെങ്കിൽ ഇപ്പോൾ അവരോട് അഭയം കൊടുക്കണ്ടെന്ന് പറഞ്ഞൂടെ? പല രാജ്യങ്ങളിലേക്കും പോകാൻ അവർ ശ്രമിച്ചതാണ്. പലരും കൊടുത്തില്ല അവർക്ക് അഭയം. അതെന്തായിരുന്നു? ഈ ഭീതിയായിരുന്നു. ഇന്റേണൽ സെക്യൂരിറ്റിയെ ബാധിക്കും എന്ന ഭീതിയായിരുന്നല്ലോ. പക്ഷേ ഇന്ത്യ ആ വെല്ലുവിളി ഏറ്റെടുത്തു. ആരെങ്കിലുമൊക്കെ എടുക്കണ്ടേ ആ ചലഞ്ച്? ലോകത്തിലെ ഒരു രാഷ്ട്രത്തലവൻ പ്രാണനും കൊണ്ട് ഓടി വരുമ്പോൾ അത് നിങ്ങൾ പാർത്തു കഴിഞ്ഞാൽ ഞങ്ങളെ കൂടി ഭീഷണിയിലാകും എന്ന് ഇന്ത്യ പറഞ്ഞില്ല. അത് ഇന്ത്യയുടെ ഒരു കൾച്ചറാണ്. 2 കാരണം കൊണ്ടാണ് കേട്ടോ. ഒന്ന്, എങ്ങോ ഇരിക്കുന്ന ഒരു ഭരണത്തലവനല്ലല്ലോ. നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ഭരണത്തലവൻ നമ്മുടെ സഹോദരിയായിട്ട് കണ്ട ഒരാളാണ്. ഷെയ്ഖ് മുജീബുർ റഹ്മാനും ഇന്ത്യയും തമ്മിൽ വലിയ ബന്ധമുണ്ടായിരുന്നു. ഇന്ത്യയുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു. സർവോപരി ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുകൾ, ഇന്ത്യക്ക് അനുകൂലവും ഇന്ത്യയുടെ സഹോദര തുല്യമായ നിലപാടുകൾ കഴിഞ്ഞ ഒരു ദശകമെങ്കിലും ആയിട്ട് തുടർച്ചയായിട്ട് എടുത്തൊരു ഗവൺമെൻറ്റാണ്. യാതൊരു ശത്രുതയും, ഹോസ്റ്റിലിറ്റി ഒരു തരത്തിലും ഉണ്ടാവേണ്ട യാതൊരു കാര്യവുമില്ലല്ലോ. അങ്ങനെ ഒരാൾ നമ്മളോട് അഭയം ആവശ്യപ്പെടുമ്പോൾ ഇന്ത്യ പേഴ്സണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഏറ്റെടുത്തത്. മാത്രമല്ല, വമ്പിച്ച സുരക്ഷയാണ് അവർക്ക് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരും സേഫാണ്. പിന്നെ പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടി ചേർന്നാൽ പോലും അവർക്കറിയാം ഇന്ത്യയുടെ സുരക്ഷയെ ഭേദിക്കാനൊന്നും അവർക്ക് എളുപ്പമല്ല, അറിഞ്ഞുകൊണ്ട് ഭേദിക്കാനൊന്നും എളുപ്പമല്ല. മാത്രമല്ല, പിന്നെ ഈ പാകിസ്ഥാൻ്റെയൊക്കെ കയ്യിലുള്ള ആയുധം, ബംഗ്ലാദേശിൻ്റെയൊക്കെ കയ്യിലുള്ള ആയുധം ഭീകരതയാണല്ലോ. അതൊന്നും അവരിപ്പോൾ പാർപ്പിച്ചിരിക്കുന്ന ആസ്ഥാനത്തിന് 100 കിലോമീറ്റർ ചുറ്റളവിലൊന്നും ഒരു ഉറുമ്പിനെ പോലും, എന്ന് വെച്ചാൽ ഒരു കൊതുകിനെ പോലും പറക്കാൻ സമ്മതിക്കാത്ത തരത്തിലുള്ള ടൈറ്റ് സെക്യൂരിറ്റിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സുരക്ഷ ഹസീനയ്ക്ക് ലോകത്തിലെ വേറൊരു രാജ്യവും ചലഞ്ച് പോലെ ഉണ്ടാക്കി കൊടുക്കുകയൊന്നുമില്ല. അത് ഹസീനയ്ക്കും അറിയാം, ഇന്ത്യക്ക് അതറിയാം. നമ്മളത് ഏറ്റെടുത്തേ പറ്റുള്ളൂ.
ആ ചലഞ്ചൊക്കെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്തിനാണ് ഇന്ത്യ എന്ന പേര്? അതാണ് ഇന്ത്യ ഇതിൽ കാണിച്ചൊരു മാതൃക. അതുകൊണ്ട് ഇന്ത്യയുടെ നിലപാട് സുചിന്തിതമായ നിലപാടായിരിക്കും, ഡിറ്റർമിൻഡ് ആയിട്ടുള്ള നിലപാടാണ്. അത് വിജയിക്കുമെന്ന് തന്നെ വേണം കരുതാൻ. അത് ഷെയ്ഖ് ഹസീനയെയും രക്ഷപ്പെടുത്തും. ക്രമേണ ആവശ്യമായ സമയമെടുത്താൽ ബംഗ്ലാദേശിൻ്റെ അന്തരീക്ഷവും മാറും. ബംഗ്ലാദേശ് ഇപ്പം തന്നെ ഏതാണ്ട് മുഹമ്മദ് യൂനിസിനെതിരായിട്ട് കലാപം തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് കുറച്ച് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. അവർക്ക് കുറച്ച് സമയം കൊടുത്താൽ മതി. അവരുണ്ടാക്കിയ പൂതത്തെ, അവർ തുറന്നുവിട്ട പൂതത്തെ അവർ തന്നെ പിടിച്ച് ചട്ടിയിൽ അടച്ചിട്ട് ആ ചട്ടിയും ചവിട്ടി പൊട്ടിച്ചോളും. ആ ഒരു 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 സമയമാണ് ഇപ്പോൾ ഇന്ത്യ കൊടുക്കുന്നത്. കാത്തിരിക്കാം നമുക്ക്. അത് തന്നെയായിരിക്കും സംഭവിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.